Hello everyone, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. Hope you all are doing great. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി ഇന്നല്ല, നാളെയാണ് ആ സ്പെഷ്യൽ ഡേ. നാളെ ഞാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്, രാഷ്ട്രപതി ഭവൻ. ആൻഡ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഈസ് ഇതൊരു നോർമൽ ടൂറിസ്റ്റ് വിസിറ്റ് പോലെയല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ വിസിറ്റാണിത്. സോ ബീയിങ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി വളരെയധികം സ്പെഷ്യലായിട്ട് തോന്നുന്നു. നമ്മൾ ടി വിയിലും ന്യൂസിലും റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനിലൊക്കെ ആ ഒരു പ്രസിഡന്റ് സെറമണിയിലൊക്കെ കാണുന്ന ആ ഒരു രാഷ്ട്രപതി ഭവൻ, നാളെ അതിൻ്റെ അകത്ത് കയറി സെറിമോണി ഹാൾ, ബാങ്കറ്റ് ഹാൾ, മീറ്റിംഗ് ഹാൾ, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ നടക്കുന്ന ആ സ്പേസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. സോ ഐ എം ജെന്യുവൻലി സൂപ്പർ എക്സൈറ്റഡ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, വൈ നോട്ട് ടേക്ക് യു ഗൈസ് അലോങ് വിത്ത് മീ. സോ ഗൈസ്, വെൽക്കം ടു ദിസ് വെരി സ്പെഷ്യൽ രാഷ്ട്രപതി ഭവൻ വ്ലോഗ്. ഇനി നാളത്തെ വിസിറ്റിന് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഇനി നാളത്തെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം. നാളെ രാവിലെ 8:30 ഷാർപ്പാണ് അവിടെ റിപ്പോർട്ടിംഗ് ടൈം. രാഷ്ട്രപതി ഭവന്റെ ഗേറ്റ് നമ്പർ 38 നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ടത്. 8:30 മുതൽ 8:45 വരെ അറ്റൻഡൻസ് ഉണ്ടാകും. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പായി അകത്തേക്ക് പ്രൊസീഡ് ചെയ്യും. സോ നാളെ ഒരു കാര്യം ഉറപ്പാണ്, ലേറ്റ് ആവാൻ പാടില്ല. സോ ഞാൻ കുറച്ച് ഏർലി ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യേണ്ടതാണ്. ആൻഡ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐറ്റം, ആധാർ കാർഡ്. നാളെ നമ്മൾ ആധാർ കാർഡ്, ഫിസിക്കൽ ആധാർ കാർഡ് മാൻഡറ്ററി ആണ്. അതുപോലെ തന്നെ ICAയുടെ മെമ്പേഴ്സ് ID കാർഡും വേണം. അപ്പോൾ നമ്മളത് മൊബൈൽ ഉണ്ടെന്ന് കരുതി പോയാൽ പണി കിട്ടും, കാരണം അകത്തേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ കൂടിയുണ്ട്, ഫോർമൽ അറ്റയർ ആണ് ഡ്രസ് കോഡ്. രാഷ്ട്രപതി ഭവനിലേക്കല്ലേ നമ്മൾ പോകുന്നത്, അപ്പോൾ കുറച്ച് ഫോർമലായിട്ട് തന്നെ പോകാം. ഇനി നിങ്ങൾ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും, അകത്തേക്കുള്ള വീഡിയോസൊക്കെ കാണിക്കുമോ? അൺഫോർച്ചുനേറ്റ്ലി നോ. മൊബൈൽ ഫോൺ, ക്യാമറ, ബൈനോക്കുലർ, അതർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഒന്നും അകത്തേക്ക് അലൗഡ് അല്ല. അറ്റൻഡൻസ് കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് വോളണ്ടിയറിനെ ഹാൻഡ് ഓവർ ചെയ്യണം. വിസിറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഫോൺ തിരിച്ചു കിട്ടൂ. സോ രാഷ്ട്രപതി ഭവന്റെ ഗേറ്റ് വരെ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകും. അതിനുശേഷം ക്യാമറ ഓഫ്. ബട്ട് അവിടെ ഓത്തറൈസ്ഡ് ഫോൺ ഉപയോഗിച്ച് പെർമിറ്റഡ് ഫോട്ടോഗ്രാഫ് എടുക്കാം എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. സോ വൺസ് ഐ കം ഔട്ട്, എൻ്റെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗൈസ്. കുറച്ച് പതുക്കെ സംസാരിക്കണം. എൻ്റെ റൂമിൽ സ്വാതി ഇപ്പോഴും ഉറക്കത്തിലാണ്. എനിവേ സമയം ഇപ്പോൾ രാവിലെ 6 മണിയായി. ഞാൻ റെഡിയായി കഴിഞ്ഞു. ആൻഡ് ഫൈനലി ടുഡേ ഈസ് ദ ഡേ രാഷ്ട്രപതി ഭവൻ വിസിറ്റ്. റിപ്പോർട്ടിംഗ് ഷാർപ്പ് 8:30 ആണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഏർലി ആയി തന്നെ ഞാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക്, അവിടെ നിന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റ്, പിന്നെ ഗേറ്റ് നമ്പർ 38. എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ അത് ചെയ്യുന്നെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ക്വയറ്റ്ലി എസ്കേപ്പ് ആവുക. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ഫൈനലി രാഷ്ട്രപതി ഭവൻ വിസിറ്റ് കഴിഞ്ഞു. അകത്ത് ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ബട്ട് ഹോണസ്റ്റ്ലി വാട്ട് ആൻ എക്സ്പീരിയൻസ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന രാഷ്ട്രപതി ഭവനേക്കാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് അകത്തേക്ക് കയറിയപ്പോൾ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ രാഷ്ട്രപതി ഭവൻ വളരെ ഗ്രാൻഡ് ആണ്. പക്ഷേ അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചർ, ഹ്യൂജ് ഹാൾ, ഹൈ സീലിംഗ്, ആർട്ട് വർക്ക്, പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഒരു ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ഫൈനലി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ഇത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ മോനുമെൻ്റ് അല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് വർക്ക് പ്ലേസ് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന ഒരു മ്യൂസിയത്തിലൂടെ മാത്രമല്ല, ഇന്നും ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് നടക്കുന്ന ഒരു ബിൽഡിംഗ് കൂടിയാണിത്. ടൂറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെറിമോണിയൽ സ്പേസിൽ ഒന്നാണ് ഗണനാഥര മണ്ഡപം. നമ്മൾ മുമ്പ് ദർബാർ ഹാൾ എന്ന പേരിൽ അറിഞ്ഞിരുന്ന ഒരു ഹാള്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സെറിമോണിയൽ സ്പേസ് ആണിത്. പിന്നെ അശോക് മണ്ഡപം. ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ഫീലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ സീലിംഗ്, പെയിൻറ്റിങ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഡീറ്റെയിലിംഗ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓരോ ഹാളിനും ഓരോ ഡിസൈനാണ്, ഓരോ സ്പേസിനും അതിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട്. പിന്നെ ഒഫീഷ്യൽ ബാങ്കറ്റ് ആൻഡ് റിസപ്ഷൻ സ്പേസസ്, വിസിറ്റിംഗ് ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഫോറിൻ ഡിഗ്നറ്ററീസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് തുടങ്ങിയവരൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽ ഒക്കേഷനുമായി ബന്ധപ്പെട്ടൊരു സ്ഥലം. അതുപോലെ ഫോർമൽ ഡ്രോയിങ് റൂം, മീറ്റിംഗ് സ്പേസ് തുടങ്ങിയവയും കാണാൻ കഴിഞ്ഞു. ഒഫീഷ്യൽ ഗസ്റ്റിനെയൊക്കെ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്പേസ്. ആൻഡ് ഇവിടെ ഒരു
ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ കൂടിയുണ്ട്. രാഷ്ട്രപതി ഭവന്റെ മുകളിലെ സെൻട്രൽ ഡോം ശ്രദ്ധിച്ചാൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് കാണാൻ പറ്റും. ആക്ച്വലി ആ ഫ്ലാഗ് അവിടെ ഫ്ലൈയിങ് ആയിരിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട്. രാഷ്ട്രപതി ഭവന്റെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ പ്രകാരം സെൻട്രൽ ഡോമിന്റെ മുകളിലുള്ള നാഷണൽ ഫ്ലാഗ് ഫ്ലൈയിങ് ആണെങ്കിൽ പ്രസിഡന്റ് ഇൻ റെസിഡൻസ് എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് ഫ്ലാഗ് അവിടെ ഫ്ലൈയിങ് ആയിരുന്നു. സോ ദാറ്റ്സ് ആക്ച്വലി എ പ്രിറ്റി സ്പെഷ്യൽ ഡീറ്റെയിൽ. ഞാൻ ആദ്യം കരുതിയത് ഒരു ജസ്റ്റ് നോർമൽ ഫ്ലാഗ് ഡിസ്പ്ലേ ആണെന്നാണ്. പിന്നെ ഈ വിസിറ്റിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ പാർട്ട് ദ പീപ്പിൾ. ഡിഫറെന്റ് പ്ലേസിൽ നിന്നുള്ള ഫെല്ലോ ചാർട്ടേഡ് അക്കൗണ്ട്സിനെ മീറ്റ് ചെയ്യാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും എല്ലാവരും ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയും. പിന്നെ ഈ വിസിറ്റിന്റെ ഇടയിൽ പരിചയപ്പെട്ട ഒരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആശിഷ് നമ്മുടെ ഈ CA ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ വിസിറ്റിന് വന്ന ആളാണ്. സോ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ആശിഷിനോട് നമുക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ ആശിഷ്, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? It was quite good. It was quite manageable. You like it? Not like it. Okay. The experience, how you'll explain? The experience I will explain is that the places which I visited, though those were limited, Okay. fine. So, Those places. what other place you visited? I'm not able to exactly remember the whole list right now, but I visited some places like Ganatantra Hall, and then the place where the award function ceremonies are held, like, and other also places where the president sits and dine with the other people, Their seminar other meet, delegations yeah. and the other countries. And award giving that places. Yes, Yeah. award giving that places. So this much. Okay. Thank you. No worries.